ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയുടെ താഴെ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ചെയ്തു തരുമോ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഈവനിങ് സ്നാക്സ് റെസിപ്പി ഐഡിയാസിനെ കുറിച്ചുള്ളതാണ്. ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു റിക്വസ്റ്റ് കമൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒത്തിരി സന്തോഷം തരുന്ന ഒന്നാണ്. അതുപോലെ കുട്ടികൾക്ക് വൈകുന്നേരം എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടിയും വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പികളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രെഡ് പിസ്സ അഥവാ തവ പിസ്സ. എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ബ്രെഡ് തവ പിസ്സ. ബേക്കറിയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മളൊക്കെ വാങ്ങിക്കഴിക്കുന്ന പിസ്സ വീട്ടിൽ ഓവനില്ലാതെ തന്നെ ബ്രെഡ് ഉപയോഗിച്ച് തവയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് അല്പം ടൊമാറ്റോ സോസ് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളായ സവാള, തക്കാളി, ക്യാപ്സിക്കം, വേവിച്ച ചോളം അഥവാ സ്വീറ്റ് കോൺ എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വിതറി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വിതറാം. ഏറ്റവും മുകളിലായി കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചീസ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ പാൻ അടുപ്പത്ത് വെച്ച് ഒരൽപ്പം ബട്ടർ തടവി ഈ ബ്രെഡ് അതിലേക്ക് വച്ച് കൊടുക്കാം. ഒരു അടപ്പ് വെച്ച് മൂടി തികച്ചും കുറഞ്ഞ തീയിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ വെക്കുക. ചീസ് നല്ലതുപോലെ ഉരുകി വരുന്നത് കാണുമ്പോൾ നമുക്കിത് മാറ്റാം. നല്ല ചീസിയായ ക്രിസ്പിയായ ഈ ബ്രെഡ് പിസ്സ കണ്ടാൽ കുട്ടികൾക്കൊപ്പം വലിയവർക്കും കഴിക്കാൻ കൊതിയാകും. അടുത്തതായി ഗോതമ്പ് മാവ് ബോണ്ട. പെട്ടെന്ന് വീട്ടിൽ വിരുന്നുകാർ വന്നാലോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ഒന്നുമില്ലെങ്കിലോ 5 മിനിറ്റിൽ ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ മധുര ബോണ്ടയാണ്. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ബോണ്ട നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു നുള്ള് അപ്പക്കാരവും അഥവാ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വടക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ, അതായത് കൈകൊണ്ട് ഉരുളകൾ പിടിക്കാൻ പാകത്തിലുള്ള ഒരു കട്ടിയിൽ കുഴച്ചെടുക്കുക. ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കി ഈ മാവിൽ നിന്നും ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ബോണ്ടയുടെ ഉൾവശമൊക്കെ നന്നായി വെന്തു പുറഭാഗം നല്ലൊരു ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കണം. പുറംഭാഗം നല്ല മൊരിഞ്ഞും ഉൾവശം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതുമായ ഈ ഗോതമ്പ് ബോണ്ട ചായയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അടുത്തതായി തിയേറ്ററിലൊക്കെ കിട്ടുന്ന പോപ്കോൺ സ്റ്റൈലിൽ കഴിക്കാൻ പറ്റുന്ന ക്രിസ്പി പൊട്ടറ്റോ പോപ്കോൺ ആണ്. ഇതിനായി ആദ്യം 3 ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, നല്ലൊരു ഫ്ലേവറിനായി നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മസാലയാണോ അത് ചേർക്കുക. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യാൻ 2 സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. ശേഷം ഇതിൽ നിന്നും ചെറിയ ചെറിയ പോപ്കോൺ വലുപ്പത്തിലുള്ള കുട്ടി ബോൾസ് ഉരുട്ടിയെടുക്കുക. ഈ ബോൾസ് അല്പം കോൺഫ്ലവർ കലക്കിയ വെള്ളത്തിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുക്കണം. ഇത് തിളച്ച എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ നിറത്തിൽ ക്രിസ്പിയായി വറുത്തെടുത്താൽ സംഗതി ഉഷാറായി. അടുത്തതായി ബനാന പാൻകേക്ക്. മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായി വളരെ ഹെൽത്തിയായി 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മിനി ബനാന പാൻകേക്ക്. ഇതിനായി നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴമോ ചെറുപഴമോ എടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയോ കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കുകയോ ചെയ്യുക. ഇതിലേക്ക് 4 സ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാം. മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ ശർക്കരപ്പാവോ ചേർത്ത ശേഷം ആവശ്യത്തിന് പാലും ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായി കലക്കിയെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ചെറിയ ചെറിയ നാണയങ്ങളുടെ വലുപ്പത്തിൽ ഈ മാവ് കോരി ഒഴിക്കുക. ചെറുതീയിൽ 2 വശവും തിരിച്ചിട്ട് വേവിച്ചെടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മുകളിൽ അല്പം തേനോ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾക്കിത് ഏറെ ഇഷ്ടമാകും. ഏറ്റവും ഹെൽത്തി ആയ ഒരു റെസിപ്പി ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള റെസിപ്പി ആയിരിക്കാം. പണ്ട് കാലങ്ങളിൽ കുട്ടികൾ കഴിച്ചിരുന്ന ഒരു സ്നാക്കാണിത്. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മമാർ ഇത് കൊടുത്താണ് കുട്ടികളുടെ വിശപ്പ് മാറ്റിയിരുന്നത്. നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത അമ്മമാർക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു തരാം.
അവൽ നനച്ചത് അല്ലെങ്കിൽ അവൽ വിളയിച്ചത്. എണ്ണ ഒട്ടും ചേർക്കാതെ ഗ്യാസ് കത്തിക്കാതെ തന്നെ 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പ്രധാന വിഭവമായിരുന്ന അവൽ നനച്ചത്. കുട്ടികൾക്കിത് ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ഇത് ഉണ്ടാക്കാനായി ഒരു വലിയ പാത്രത്തിലേക്ക് 1 കപ്പ് കട്ടി അവലോ അല്ലെങ്കിൽ കനം കുറഞ്ഞ അവലോ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചെറുതായി ചിരകിയതോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. കൈകൊണ്ട് നന്നായി തിരുമ്മുമ്പോൾ തേങ്ങയിലെ പാലും ശർക്കരയുടെ നനവും ഇറങ്ങി അവൽ നല്ല സോഫ്റ്റായി വരും. കൂടുതൽ രുചിക്കായി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ നല്ലവണ്ണം പഴുത്ത ചെറുപഴം കൂടി ചേർത്തുടച്ച് യോജിപ്പിച്ചാൽ സംഗതി കൂടുതൽ ഉഷാറായി. അവൽ നനച്ചത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ 1 ഗ്ലാസ് ചൂട് പാലോ ചായയോടൊപ്പം കൊടുത്തു നോക്കൂ. വളരെ സന്തോഷത്തോടെ അവർ കഴിച്ചോളൂ. ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്. കുട്ടികളുടെ ഹെൽത്തിന് വളരെ ഗുണകരമായ ഒരു റെസിപ്പിയാണിത്. കുട്ടികളുടെ വിശപ്പ് പെട്ടെന്ന് മാറി കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നാതിരിക്കാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. സ്കൂൾ അവധിക്കാലത്തും കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വിശക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള റെസിപ്പികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.